ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി കേസുകളിലാണ് തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചത്. 41 ദിവസത്തെ റിമാൻഡിന് ശേഷമാണ് ഇപ്പോൾ തന്ത്രിക്ക് ജാമ്യം ലഭിച്ചത്. കേസിൽ ഇതുവരെ അറസ്റ്റിലായ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യമായിരുന്നു ലഭിച്ചിരുന്നത്. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ കോടതി തന്ത്രിക്ക് ജാമ്യം നൽകുകയായിരുന്നു. കേസിൽ ഇരുഭാഗത്തിന് വിശദമായ അന്വേഷണം കേട്ടതിന് പിന്നാലെയായിരുന്നു കൊല്ലം വിജിലൻസ് കോടതി വിധി പറഞ്ഞത്. തന്ത്രിക്കെതിരായ കേസിൽ മതിയായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യം തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നീട് റിമാൻഡിൽ കഴിയുന്നതിനിടെയാണ് SIT ജയിലിലെത്തി കട്ടിളപ്പാളി കേസിലും തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജനുവരി 9-നായിരുന്നു തന്ത്രിയുടെ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT അവസാനമായി അറസ്റ്റ് ചെയ്തത് തന്ത്രിയായിരുന്നു. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ബന്ധമുള്ളതെന്നും ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്നും പ്രതിഭാഗം ജാമ്യ ഹർജിയിൽ വാദിച്ചിരുന്നു. തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ SIT കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തന്ത്രിയുടെ പേരിൽ 2,05 ലക്ഷം രൂപയും ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയും സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപമുണ്ടെന്ന് SIT കോടതി അറിയിച്ചു. തന്ത്രിയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്നും 7.5 ലക്ഷം രൂപ കൈപ്പറ്റിയതായും SIT കോടതി അറിയിച്ചു. എന്നാൽ പ്രോസിക്യൂഷൻ വാദങ്ങളെ പ്രതിഭാഗം പൂർണ്ണമായും എതിർത്തു.